ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടെയും മരണത്തിൽ നാളെ കുറ്റപത്രം സമർപ്പിക്കും. ഷൈനിയുടെ ഭർത്താവ് നോബിയാണ് കേസിലെ ഏക പ്രതി. മുൻ കേസുകളിലെ തെളിവുകളും കുറ്റപത്രത്തിലുണ്ട്. ഭർത്താവിന്റെ നിരന്തരമുള്ള പീഡനത്തെ തുടർന്നാണ് ആത്മഹത്യയെന്നും തലേ ദിവസം ചെയ്ത ഫോൺ കോൾ ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്നുമാണ് കുറ്റപത്രം. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, നമ്മളെല്ലാവരെയും ഏറെ വേദനിപ്പിച്ചൊരു ആത്മഹത്യയായിരുന്നു ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും ചെറിയ 10ഉം 11ഉം വയസ്സുള്ള 2 പെൺകുട്ടികളുടേതും. ഒരമ്മ തനിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2 പെൺകുട്ടികളെയും കൊണ്ടുപോയി റെയിൽവേ ട്രാക്കിൽ വെച്ച് മരണപ്പെടുന്നൊരു സാഹചര്യം, ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം, അത് കേരള ജനതയെ ഒന്നാകെ വേദനിപ്പിച്ചൊരു സംഭവമാണ്. എന്തായാലും ആ കേസിൽ ഒരൊറ്റ പ്രതിയേ ഉള്ളൂ എന്നതിലേക്കാണ് കുറ്റപത്രം എത്തിയതെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത്? വിവരങ്ങൾ. തീർച്ചയായും നേരത്തെ പുറത്തു വന്ന വാർത്തയിലെ വിവരങ്ങളൊക്കെ തന്നെയാണ് ഈ കുറ്റപത്രത്തിലും ഉള്ളത് എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഇത് സംബന്ധിച്ചുള്ള ഇന്ന് കുറ്റപത്രം സമർപ്പിക്കുന്നവരിലായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്തകൾ. പക്ഷേ ഇന്ന് ഉണ്ടാകില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഏറ്റുമാനൂർ CI അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നു. ഏതാണ്ട് 170 ദിവസം പിന്നിടുന്നു. ഫെബ്രുവരി 28-നായിരുന്നു അതിരാവിലെയാണ്, പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഷൈനിയും മക്കളായ അലീന, ഇവാന എന്നീ 2 ചെറിയ കുട്ടികളുമാണ് ഈ റെയിൽവേ ട്രാക്കിൽ മരിച്ച് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് ഈ വീടിന് സമീപത്തുള്ളവർ തന്നെയാണ്, ഷൈനിയും മക്കളുമാണ് എന്ന് പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. CCTV അടക്കമുള്ള ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വന്ന് ഇരുവരും ഈ 3 പേരും ചേർന്ന് പുറത്തേക്ക് പോകുന്നത്, ഇളയ കുട്ടി പിന്തിരിഞ്ഞു നിൽക്കുന്നതൊക്കെ വേദനിപ്പിക്കുന്ന കാഴ്ചകളായി അന്ന് ഒരുപാട് ചർച്ചയായതാണ്. തുടക്കം തന്നെ കുടുംബത്തിന്റെ ഈ ഭർത്തൃ വീട്ടുകാരുടെ ഒരു പീഡനം, അതാണ് ഷൈനി ആത്മഹത്യ ചെയ്യുന്നതിന് 9 മാസം മുൻപ് തന്നെ തൊടുപുഴയിലെ വീട്ടിൽ നിന്ന് ഈ ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു. പലതരത്തിലുള്ള ജോലികൾക്കും ശ്രമിക്കുന്നു. പക്ഷെ അതൊക്കെ ഫലത്തിൽ നടക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു മാനസിക സമ്മർദ്ദത്തിനിടെയാണ് ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് തലേന്ന് രാത്രി ഭർത്താവായ നോബി ഫോണിൽ വിളിച്ച് ഷൈനിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. ഈ സംഭവം ഉണ്ടാകുന്നതിന് ഏതാണ്ട് 9 മാസം മുൻപ് ഇതേ സമാനമായ രീതിയിൽ ഈ ഭർത്തൃ വീട്ടിലുണ്ടായ പീഡനം സംബന്ധിച്ചും ശാരീരിക മാനസിക പീഡനങ്ങളെ കുറിച്ചൊക്കെ പരാതി നൽകിക്കൊണ്ട് ഷൈനി നൽകിയ പരാതിയുടേതടക്കം അന്ന് ലഭിച്ച തെളിവടക്കം കോടതിയിൽ ഫലത്തിൽ ഈ കുറ്റപത്രത്തിനൊപ്പം അതിനൊപ്പം ചേർത്ത് സമർപ്പിക്കുകയാണ് ഏറ്റുമാനൂർ പോലീസ് ചെയ്യുന്നത്. അതായത് നിരന്തരമുള്ള പീഡനമാണ്, കേവലം ഏതെങ്കിലും ഒരു ഘട്ടത്തിലല്ല, നിരന്തരം പീഡനം ഉണ്ടാകുന്നു. വീട് വിട്ട് വന്ന് 9 മാസത്തിന് ശേഷവും സമാന രീതിയിലുള്ള പീഡനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഷൈനിയുടെ മകൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. മകൻ ഈ കേസിൽ സാക്ഷിയാകുന്നു, മുഖ്യ സാക്ഷിയായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം തന്നെ ഈ അപകടം കണ്ട ലോക്കോ പൈലറ്റ് അടക്കമുള്ളവരുടെ സാക്ഷിമൊഴികളുണ്ട്. നിരന്തരം പീഡനത്തിനിരയായി എന്ന ബന്ധുക്കൾ, ഒപ്പം തന്നെ സുഹൃത്തുക്കൾ, ഷൈനിയുടെ സുഹൃത്തുക്കൾ അടക്കം നൽകിയ മൊഴി ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ്, ഏതാണ്ട് 50ഓളം സാക്ഷികളെ ചേർത്തുകൊണ്ടാണ് ഈ കുറ്റപത്രം ഫലത്തിൽ സമർപ്പിക്കാൻ പോകുന്നത്. ഏതാണ്ട് ഒരുപാട് മാനസികമായൊക്കെ ഈ കുടുംബത്തെ തളർത്തിയ വിഷയം, പ്രത്യേകിച്ച് ഷൈനിയുടേതടക്കം കുടുംബത്തിനെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഷൈനിക്ക് വേണ്ട പിന്തുണ നൽകിയോ ആ കുടുംബം എന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അയൽവാസികളൊക്കെ അത്തരത്തിലുള്ള ചില മൊഴികളൊക്കെയും ചില പ്രതികരണങ്ങളൊക്കെ മാധ്യമങ്ങളോട് നൽകുന്ന സാഹചര്യവും ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതിനെല്ലാം ശേഷം നോബി മാത്രമാണ് ഏക പ്രതി. നോബിയുടെ സഹോദരൻ ഫാദർ ബോബി അടക്കമുള്ളവർ ആരോപണ വിധേയരായി. ഭർത്താവ് ഷൈനിയെ ഫോൺ വിളിക്കുന്നു, വീണ്ടും അവിടെ ഒരു പ്രകോപനം ഉണ്ടാകുന്നു, നീയും മക്കളും കൂടി ഒരുമിച്ച് പോയി മരിക്കുക എന്ന് പറയുന്നു. ആ ഒരു ഫോൺ വിളിയാണ് വലിയ തരത്തിലൊരു ആത്മഹത്യയിലേക്ക് ആ ഒരു കുടുംബത്തെ, ഒരു അമ്മയും 2 മക്കളെയും കൊണ്ടെത്തിച്ചത് എന്ന് തന്നെയല്ലേ കുറ്റപത്രത്തിൽ പറയുന്നത് ശ്രീജിത്ത്? അത് തന്നെയാണ് അതിന്റെ ആകെ പറയുന്നത്. ഇത് നേരത്തെ തന്നെ പുറത്തു വന്ന വാർത്തകളിൽ ഉൾപ്പെടെ ഇതായിരുന്നു ഒരു വിവരമുണ്ടായിരുന്നത്. പോലീസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുകയും കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുന്നു. സാക്ഷി മൊഴികളാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ഉള്ളത്. പെട്ടെന്നൊരു നിമിഷം ഉണ്ടായ ഒരു ആത്മഹത്യ എന്നുള്ളതിനപ്പുറത്തേക്ക് നിരന്തരം ഇത്തരം പീഡനങ്ങൾ, ഫോൺ വിളികളിലൂടെയുള്ള ഭീഷണികൾ ഒക്കെ ഉണ്ടായിരുന്നു. പോലീസ് കേസ് തന്നെ ഫലത്തിൽ ഈ ഒരു ശാരീരിക മാനസിക പീഡനങ്ങൾക്കെതിരെ ഷൈനി തന്നെ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പീഡനത്തെ തുടർന്നാണ് വീട് വിട്ട് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തേണ്ട ഗതികേട് ഷൈനിക്കുണ്ടായത് എന്നും പോലീസ് ഈ കേസിന് കുറ്റപത്രത്തിൽ സമർത്ഥിക്കുന്നുണ്ട്. അതിനാണ് മുൻ കേസിലെ തെളിവുകളടക്കം ഫലത്തിൽ ഹാജരാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ ഷൈനിയുടെ അടക്കം ഫോൺ
അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഇതുവരെ അതിൻ്റെ പരിശോധനാ ഫലങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും ആ ഫോണിലടക്കം കൂടുതൽ വിവരങ്ങൾ, തെളിവുകൾ, ആ ഫോണടക്കം തെളിവായാണ് കോടതിയിൽ ഫലത്തിൽ സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് കോടതി അത് അയക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം, ഈ ഒരു കേസിൽ നോബി വളരെ കൃത്യമായി നോബി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് പോലീസ് ഫലത്തിൽ ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ കുടുംബാംഗങ്ങളെ ഫലത്തിൽ അതിൽ ചേർക്കുന്നില്ല. ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്ന നാട്ടുകാരടക്കം, തൊടുപുഴയിലെ നാട്ടുകാരടക്കം ഈ കുടുംബത്തിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതാണ്. ഈ സംസ്കാര ചടങ്ങുകളിലടക്കം പലതരത്തിലുള്ള തർക്കങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായി. ഒടുവിലാണ് തൊടുപുഴയിലെ വീട്ടിലേക്ക്, അവിടുത്തെ പള്ളിയിലേക്ക് സംസ്കാരം മാറ്റിവെക്കുന്ന നിലയൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ ഞെട്ടിക്കുന്ന സംഭവത്തിലാണ്, സമൂഹ മനസാക്ഷി ആകെ ശ്രീജിത്ത്, ഇതിനു മുൻപ് നൽകിയ കേസുകളും ഈ കേസുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ സ്വാഭാവികമായും ഈ പ്രതിക്ക്, നോബിക്ക് കുരുക്ക് മുറുകും അല്ലേ? ഇതിനൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരുപാട് മറ്റ് തെളിവുകൾക്കപ്പുറത്തേക്ക് മുൻപും സമാനമായ രീതിയിൽ ഷൈനി ഫലത്തിൽ ഈ കുടുംബത്തിൽ, ഭർത്തൃവീട്ടിൽ പീഡനത്തിനിരയായിരുന്നു. അത് ശാരീരിക പീഡനമുണ്ട്, മർദ്ദനം അടക്കമുള്ള കാര്യങ്ങളുണ്ട്, മാനസിക പീഡനമുണ്ട്. ഇതെല്ലാം ഇരയായിരുന്നു എന്ന് ഈ ആത്മഹത്യ ചെയ്ത ഷൈനി തന്നെ ഫലത്തിൽ പരാതി പറയുന്നു. അത് സംബന്ധിച്ചുള്ള തെളിവുകൾ സമർപ്പിക്കുന്നു. അങ്ങനെയാണ് ആ വീട് വിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത് എന്നതടക്കം പോലീസിന് ഫലത്തിൽ സമർത്ഥിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു കുറ്റപത്രത്തിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. മാത്രവുമല്ല, മകന്റെ അടക്കമുള്ള മൊഴികളും ഇതിൽ പ്രധാനമാണ്. മകനടക്കം സ്വന്തം പിതാവിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പീഡനം സംബന്ധിച്ച വിവരങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും പിന്നാലെയാണ് ഈ കുറ്റപത്രം അംഗീകരിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക്, കോടതി നടപടിക്രമങ്ങളിലേക്ക് ഇനി പോകേണ്ടതുണ്ട്. തുടർന്നായിരിക്കും ഇതിന്റെ വിചാരണ ഉൾപ്പെടെയുള്ള നടപടികൾ കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിലായിരിക്കും നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നാളെ ഇത് സംബന്ധിച്ചുള്ള കോടതിയിലേക്ക് ഫലത്തിൽ കുറ്റപത്രം എത്തിക്കും എന്നുള്ളതാണ് ഏറ്റുമാനൂർ പോലീസ് നൽകുന്ന വിവരം. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.